നിയമത്തിന്റെ കാവലാളുകൾ തന്നെ വേട്ടക്കാരായി മാറിയാൽ സാധാരണക്കാരൻ എങ്ങോട്ട് പോകും? തമിഴ്നാട്ടിലെ സാത്താൻകുളം എന്ന കൊച്ചു ഗ്രാമം 6 വർഷം മുമ്പ് സാക്ഷ്യം വഹിച്ചത് അക്ഷരാർത്ഥത്തിൽ ഒരു നരനായാട്ടായിരുന്നു. ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷന്റെ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് ഉയർന്ന നിലവിളികൾ പുറം ലോകം കേട്ടില്ല. എന്നാൽ ആ ചുവരുകളിൽ പറ്റിപ്പിടിച്ച ചോരക്കറകൾ ഇന്ന് സംസാരിക്കുകയാണ്. ഇന്ത്യൻ നീതിന്യായ ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ വിധി. ജയരാജിനെയും മകൻ ബെന്നിക്സിനെയും തല്ലിക്കൊന്ന 9 പോലീസുകാർക്ക് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുന്നു. യൂണിഫോം ഇട്ട കൊലയാളി സംഘത്തിന് മധുര കോടതി നൽകിയ ഈ പ്രഹരം ഓരോ നിയമലംഘകരുമുള്ള താക്കീതാണ്. 2020 ജൂൺ 19 കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന സമയം. 9 മണി കഴിഞ്ഞിട്ടും കട തുറന്നു എന്ന നിസ്സാര കുറ്റത്തിനാണ് മൊബൈൽ കടയുടമയായ ജയരാജിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. അച്ഛനെ അന്വേഷിച്ചു ചെന്ന മകൻ ബെന്നിക്സിനെയും അവർ വെറുതെ വിട്ടില്ല. പിന്നീട് നടന്നത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന പീഡനങ്ങളാണ്. അവരെ വിവസ്ത്രരാക്കി ക്രൂരമായി മർദ്ദിച്ചു. ലാത്തി ഒടിയുന്നതുവരെ ആ അച്ഛനെയും മകനെയും അവർ തല്ലി തകർത്തു. DNA പരിശോധനയിൽ സ്റ്റേഷന്റെ ചുവരിലും ലാത്തിയിലും പറ്റിപ്പിടിച്ച ചോരക്കറകൾ കൊല്ലപ്പെട്ട ജയരാജിന്റെയും ബെന്നിക്സിന്റെയുമാണെന്ന് ഞെട്ടിക്കുന്ന വസ്തുത CBI കോടതിയിൽ പറഞ്ഞു. ഇൻസ്പെക്ടർ ശ്രീധറിന്റെ നേതൃത്വത്തിൽ നടന്ന ആ നരനായാട്ടിൽ ജൂൺ 22-നും 23-നുമായി ആ 2 ജീവനുകളും ആശുപത്രിയിൽ വെച്ച് പൊലിഞ്ഞു. കേസ് ഒതുക്കി തീർക്കാൻ തമിഴ്നാട് പോലീസ് ശ്രമിച്ചപ്പോൾ ജനരോഷം ആളിപ്പടർന്നു. മദ്രാസ് ഹൈക്കോടതി സ്വമേധയാ ഇടപെട്ടതോടെയാണ് അന്വേഷണം CBIയിലേക്ക് എത്തിയത്. നീണ്ട 6 വർഷത്തെ നിയമ പോരാട്ടം. ഒടുവിൽ മധുര ഫസ്റ്റ് അഡീഷണൽ ജില്ലാ കോടതി ജഡ്ജി ഇത് നിയമപാലകർ തന്നെ നിയമലംഘകരായ അപൂർവ കേസ് എന്ന് വിധിന്യായത്തിൽ കുറിച്ചു. പ്രതികളായ 9 പോലീസുകാർക്കും തൂക്കുകയർ വിധിച്ചതിനൊപ്പം ഇരകളുടെ കുടുംബത്തിന് 1,40,00,000 രൂപ നഷ്ടപരിഹാരം നൽകാനും ഉത്തരവിട്ടു. ഇൻസ്പെക്ടർ ശ്രീധർ മുതൽ കോൺസ്റ്റബിൾമാർ വരെ ഇന്ന് അഴിക്കുള്ളിലാണ്. സാത്താൻകുളം പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ S. ശ്രീധർ, സബ് ഇൻസ്പെക്ടർമാരായ P. രഘു ഗണേഷ്, K. ബാലകൃഷ്ണൻ, ഹെഡ് കോൺസ്റ്റബിൾമാരായ S. മുരുകൻ, സബ് ഇൻസ്പെക്ടർമാരായ P. രഘു ഗണേഷ്, ബാലകൃഷ്ണൻ, ഹെഡ് കോൺസ്റ്റബിൾമാരായ S. മുരുകൻ, സാമുദുരൈ, കോൺസ്റ്റബിൾമാരായ A. മുത്തുരാജ്, S. ചെല്ലദുരൈ, X. തോമസ് ഫ്രാൻസിസ്, S. വെയിൽമുത്തു എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത്. ലോക്കപ്പുകൾ കൊലയറകളാകുന്നത് ഇതാദ്യമല്ല. കേരളത്തെ നടുക്കിയ ഉദയകുമാർ ഉരുട്ടിക്കൊല കേസും മഹാരാഷ്ട്രയിലെ അനികേത് കോത്താലെ കേസുകളെല്ലാം യൂണിഫോമിനുള്ളിലെ ക്രിമിനലുകളുടെ ക്രൂരതയ്ക്ക് സാക്ഷ്യമാണ്. അന്ന് ഉദയകുമാർ കേസിൽ കണ്ടതുപോലെ നീതി വൈകിയാലും അത് കുറ്റവാളികളെ പിടികൂടുമെന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് സാത്താൻകുളത്തെ ഈ വധശിക്ഷാ വിധി. നിയമം കയ്യിലെടുക്കുന്നവർക്ക് ഇതൊരു വലിയ പാഠമാണ്. ജയരാജിനെയും ബെന്നിക്സിനെയും ആ കുടുംബത്തിന് തിരിച്ചു നൽകാൻ കഴിയില്ല. പക്ഷേ അധികാരത്തിന്റെ ഹുങ്കിൽ സാധാരണക്കാരന്റെ നെഞ്ചത്ത് ലാത്തി ചലിപ്പിക്കുന്നവർക്ക് ഈ വിധി ഒരു പേടി സ്വപ്നമായിരിക്കും. ലോക്കപ്പുകൾ കൊലയറകളാകാനുള്ളതല്ലെന്നും നീതിയുടെ മാലാകമാർ ഇന്നും ജീവിച്ചിരിപ്പുണ്ടെന്നും ഈ വിധി നമുക്ക് കാട്ടിത്തരുന്നു.